ഹലോ, നീറ്റ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് NCERT-യിൽ ഉള്ള ലൈൻസ് അണ്ടർലൈൻ ചെയ്യുകയും എവിടെയൊക്കെയാണ് റീഡ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് പഠിക്കണമെന്ന് പറയുന്ന സീരീസാണിത്. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ലൈന് വായിച്ചു പോയാൽ മാത്രം സ്കോർ ചെയ്യാവുന്നതാണ് നീറ്റ് എക്സാമിന്. സോ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഫസ്റ്റ് പേജിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇതാണ്. അതായത് പീരിയഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ഓർഗാനിസം റെപ്രസെൻറ്റ് ഇറ്റ്സ് ലൈഫ് സ്പാൻ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ അത് പഠിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈനുണ്ട്. അതായത് നോ ഇൻഡിവിജ്വൽ ഡെത്ത് ഓഫ് എവറി ഇൻഡിവിജ്വൽ ഓർഗാനിസം ഈസ് സെർട്ടനിറ്റി. നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ എക്സെപ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസം. സോ ഈ പാർട്ടാണ് അടുത്തതായിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ ഇവിടെ റീഡ് ചെയ്യേണ്ട പാർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റീഡ് ചെയ്യേണ്ടതാണ്. പീപ്പിൾ ട്രീയും അതുപോലെ തന്നെ മാംഗോ ട്രീ തമ്മിലുള്ള കമ്പാരിസൺ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസും പാരറ്റ്സും തമ്മിലുള്ള കമ്പാരിസണും സൈസിൻ്റെ കേസിൽ ലൈഫ് സ്പാൻ്റെ കേസിലും പറയുന്നുണ്ട്. സോ അതൊന്ന് റീഡ് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് പേജിൽ നമ്മൾ എത്തുകയാണ്. നെക്സ്റ്റ് പേജിൽ മെയിനായിട്ട് ഫിഗേഴ്സാണ്. ഈ ഫിഗേഴ്സിൽ അവരുടെ ലൈഫ് സ്പാൻസ് ആണ് പറയുന്നത്. ക്രോയുടെ കേസിൽ 15 ഇയേഴ്സ് പഠിച്ചു വെക്കണം. ബട്ടർഫ്ലൈയുടെ കേസിൽ 1 to 2 weeks ആണ്. NCERT തന്നത് മാത്രം പഠിച്ചാൽ മതിയാവും. അതായത് ബട്ടർഫ്ലൈ പഠിക്കണം, ക്രോ പഠിക്കണം, ദെൻ പാരറ്റ് പഠിക്കണം, ക്രൊക്കോഡൈൽ പഠിക്കണം, അതുപോലെ തന്നെ ടോർട്ടോയ്സിൻ്റെ കേസിലുള്ള ലൈഫ് സ്പാനും പഠിക്കണം. മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. ഇവിടെ മെയിനായിട്ട് എന്താണ് റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ഓർഗാനിസം ഗീവ് റൈസ് ടു യങ് വൺസ് ഓർ ഓഫ് സ്പ്രിങ്സ് സിമിലർ ടു ഇറ്റ് സെൽഫ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുള്ളൂ. ദെൻ റീപ്രൊഡക്ഷൻ 2 ടൈപ്പാണ്, എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് എന്താണെന്ന് പഠിച്ചേക്കുക. എസെക്ഷൽ എന്ന് പറയുന്നത് സിംഗിൾ പാരൻറ്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്നതാണ്, വിത്ത് ഓർ വിത്തൗട്ട് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗ്യാമേറ്റ് ഫോർമേഷൻ. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 2 പാരൻ്റ് ഉണ്ട്, അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസ് ഉള്ളതിനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്നത്. അത് മാത്രം പഠിച്ചാൽ മതി. അതിന് അടുത്ത കേസിൽ ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് ദ ടേം, ഈ സെൻറ്റൻസ് ആണ്. ദ ടേം ക്ലോൺ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സച്ച് ആസ് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് എന്നുള്ള ലൈനാണ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത്. ദെൻ ഈ ചാപ്റ്റർ മെയിനായിട്ടുള്ളതാണ് ഇതുപോലത്തെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഫിഗേഴ്സിന് താഴെയുള്ള അത് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. അതായത് നോക്കുക, ബഡ്ഡിങ്ങിന് എക്സാമ്പിളാണ് ഈസ്റ്റ്, ദെൻ ബൈനറി ഫിഷിന് എക്സാമ്പിളാണ് അമീബ. അത് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. ദെൻ അടുത്ത പേജിൽ പോകണമെങ്കിലും ഈ കേസിലും ഫിഗേഴ്സിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ, അതായത് സൂസ്പോസിന് എക്സാമ്പിളാണ് ക്ലാമിഡോമോണസ്, ദെൻ കൊണീഡിയയ്ക്ക് എക്സാമ്പിളാണ് പെൻസിലിയം, ബഡ്സിൻ്റെ കേസിൽ എക്സാമ്പിൾ ഹൈഡ്ര ആൻഡ് ജെന്യൂൾസിൻ്റെ കേസിൽ എക്സാമ്പിൾ സ്പോഞ്ച്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുള്ളൂ. ദെൻ ഇതിന് താഴെയുള്ള റൈറ്റിങ്സിൽ ബൈനറി ഫിഷൻ നമ്മൾ പുറകിൽ പഠിച്ചു, അമീബ. അതുപോലെ ബൈനറി ഫിഷന് മറ്റൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അമീബ ആൻഡ് പാരമീസിയം. അത് പഠിക്കണം. ദെൻ ബഡ്സ് നമ്മൾ പുറകിൽ പേജിൽ പഠിച്ചായിരുന്നു. അത് ഈസ്റ്റിൻ്റെ കേസിൽ ഇവിടെ ഹൈഡ്രേനെയും പറയുന്നുണ്ട്, അത് പഠിക്കണം. ദെൻ കൊണീഡിയ, പെൻസിലിയം, ജെമ്യൂളിൻ്റെ കേസിൽ സ്പോഞ്ച്. നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞതിനെ ഇവിടെ റിപ്പീറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ പേജ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് പേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫിഗേഴ്സിൻ്റെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് കേട്ടോ. സോ ഐസ് പൊട്ടാറ്റോൻ്റെ കേസിൽ എക്സാമ്പിൾ വരിക. ദെൻ റൈസോം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജിഞ്ചർ എന്നാണ് ആലോചിക്കേണ്ടത്. ദെൻ ബൾബിൽ എന്ന് പറയുമ്പോൾ അഗീവ് എന്ന് ആലോചിക്കണം. ദെൻ ലീഫ് ബഡ്സ് എന്ന് പറയുമ്പോൾ ബ്രയോഫിലം ആൻഡ് ഓഫ്സെറ്റ് ഓഫ് വാട്ടർ ഹയസിൻ്റ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക. ദെൻ ജസ്റ്റ് റീഡ് ചെയ്യേണ്ട പാർട്ടാണിത്. അതായത് ഇവിടെ റീഡ് ചെയ്താൽ മതി. അതായത് എസെക്ഷൽ ഈസ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പറയും മെയിനായിട്ട് വെജിറ്റേറ്റീവ് എന്നാണ്, അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. റണ്ണർ, റൈസോം, ദെൻ സക്കർ, ട്യൂബർ, ഓഫ്സെറ്റ്, ബൾബ്. ഇതൊക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് പേജ് അഥവാ 8th പേജിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ പേജിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുക എന്ന് വെച്ചാൽ വാട്ടർ ഹയസിന്തിനെ കുറിച്ചാണ്. അതായത് ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് വാട്ടർ ഹയസിന്തിനെയാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ കുറേ ഇന്ത്യയിലേക്ക് ഇതിനെ എത്തിച്ചിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് വാട്ടർ ഹയസിൻ്റെ കേസ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ഷേപ്പ് ഓഫ് ലീവ്സ്. സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ഷേപ്പ് ഓഫ് ലീവ്സ്, ദെൻ ടെറർ ഓഫ് ബംഗാൾ, വാട്ടർ ഹയസിന്ത്. ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ടതുള്ളത്.
ഇത് അത് പക്ഷേ ഈ വാട്ടർ ഹൈസിന് നമ്മളിവിടെ ചെയ്തപ്പോൾ അത് മെയിൻ ഡെത്ത് ഓഫ് ഫിഷസിന് കാരണമായി. കാരണം എന്താ വെച്ചാൽ ഇറ്റ് ഡ്രെയിൻസ് ഓക്സിജൻ ഫ്രം ദ വാട്ടറാണ്. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് മെയിനായിട്ട് എവിടെ വെച്ചാൽ സ്റ്റാൻഡിങ് വാട്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ഇവിടെ നോട്ട്സിൻ്റെ കേസ് പറയുന്നുണ്ട്. അതൊന്ന് നോക്കി വെക്കുക, ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. ദെൻ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇത് നോക്കി വെക്കണം. ദ പീരിയഡ് ഓഫ് ഗ്രോത്ത് ഈസ് കോൾഡ് എന്നുള്ളത്. അതായത് ദ പീരിയഡ് ഓഫ് ഗ്രോത്ത് ഈസ് കോൾഡ് ജുവനൈൽ ഫേസ്. അതിന് പറയുന്നത് ജുവനൈൽ ഫേസ്. പക്ഷേ അത് വെജിറ്റേറ്റീവ് ഫേസ് ആണ് ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് അറിയപ്പെടുന്നതെന്ന് ഒന്ന് പഠിച്ചു വെക്കുക, റീഡ് ചെയ്ത് വെക്കുക. ദെൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബാംബു സ്പീഷ്യസിൻ്റെ കേസിൽ 50 to 100 ഇയേഴ്സിലാണ് ജനറലി അവർ ഫ്ലവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന അഥവാ നീലക്കുറിഞ്ഞി. അതിൻ്റെ കേസിൽ 1 in 12 ഇയേഴ്സിലാണ് ഫ്ലവർ ചെയ്യുന്നത്. ദെൻ NCERT പറഞ്ഞിരിക്കുന്നത് അത് ലാസ്റ്റായിട്ട് ഫ്ലവർ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ 2006 സോ അത് അങ്ങനെ തന്നെ ആലോചിച്ച് വെക്കുക. ദെൻ ഇവിടെ ഇത് പറയുന്നുണ്ട്, ഇതൊന്ന് റീഡ് ചെയ്യുക. ഇറ്റ് മാസ് ഫ്ലവറിങ് ട്രാൻസ്ഫോംഡ് ലാർജ് ട്രാക്ട്സ് ഓഫ് ഹില്ലി ഏരിയാസ് ആണ്. അതെവിടെയൊക്കെയാണ്? കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. അങ്ങനെ ഇവിടെ വരെ ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. ടൂറിസ്റ്റ് പ്ലേസസ് ആയി മാറ്റി എന്നാണ് പറയുന്നത്, തമിഴ്നാട്, കർണാടക, കേരള. സോ അത് റീഡ് ചെയ്യുക. ദെൻ ഇവിടെ മെയിനായിട്ട് മെൻസ്ട്രൽ സൈക്കിളും ഈസ്ട്രൽ സൈക്കിളും പറയുന്നുണ്ട്. സോ അതിന് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. മെൻസ്ട്രൽ സൈക്കിൾ നമുക്കറിയാം പ്രൈമേറ്റ്സിൻ്റെ കേസിലാണ്. സോ പ്രൈമേറ്റ്സ് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, മങ്കീസ്, ഏപ്സ് ആൻഡ് ഹ്യൂമൻസ്. എന്നാൽ അതുപോലെ ഈസ്റ്റർ സൈക്കിളിന് എക്സാമ്പിൾ പഠിച്ചേക്കുക നോൺ പ്രൈമേറ്റിൻ്റെ കേസിലാണ്. അതായത് നോൺ പ്രൈമേറ്റ്സ് ആയിട്ടുള്ള മാമൽസിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കൗസ്, ഷീപ്പ്, റാറ്റ്, ഡിയേഴ്സ്, കൗസ്, ടൈഗർ. സോ അതൊന്ന് പഠിച്ചു വെക്കുക. നമ്മൾ 10th പേജിലേക്ക് പോവാണ്. സോ ഇവിടെ മെയിനായിട്ട് ഇവൻറ്റ്സ് അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷനിലുള്ള ഇവൻറ്റ്സ് എന്ന് പറയുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഉണ്ട്, ഫെർട്ടിലൈസേഷൻ ഉണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഉണ്ട്. മുമ്പുള്ളതും ഫെർട്ടിലൈസേഷനും ഇതിനു ശേഷമുള്ള പോസ്റ്റ് ഫെർട്ടിലൈസേഷനും. ദെൻ നമ്മൾ അടുത്ത പ്രീ ഫെർട്ടിലൈസേഷൻ മുമ്പുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ ഗ്യാമറ്റോജെനിസിസും ഗ്യാമേറ്റ് ട്രാൻസ്ഫറും ഉണ്ട്. സോ ഗ്യാമറ്റോജെനിസിസ് എന്ന് പറയുമ്പോൾ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സ്റ്റേജാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതും ഈ ഫിഗറിലെ ഡിസ്ക്രിപ്ഷനാണ്. സോ ഹെട്രോഗ്യാമിറ്റ്സിന് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഹെട്രോഗ്യാമിറ്റ്സിന് എക്സാമ്പിളാണ് ഫ്യൂക്കസ്, സനാൽഗെ. ദെൻ ഹെട്രോഗ്യാമിറ്റ്സിന് മറ്റൊരു എക്സാമ്പിളാണ് ഹ്യൂമൻ ബീങ്സ്. ആൻഡ് ഐസോഗ്യാമിറ്റ്സ് സിമിലർ ഗ്യാമിറ്റ്സിന് എക്സാമ്പിൾ ക്ലാഡോഫോറ, ഓൾസോനാൽഗെ. സോ നെക്സ്റ്റ് പേജിൽ നമ്മൾ കിടക്കുകയാണ്. ഇവിടെയൊക്കെ അത് തന്നെയാണ് പറയുന്നത്. ഹോമോഗ്യാമിറ്റ്സ്, ഹെട്രോഗ്യാമിറ്റ്സ്, ദെൻ സ്പേം ആൻഡ് ഓവം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ്, ദെൻ ആന്ത്രോസോയിഡ് എഗ്ഗെന്ന് മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റ്സും ആണ്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹോമിയോതാലിക്, ദെൻ മൊണേഷ്യസ്, ഡയേഷ്യസ്, ഹെട്രോതാലിക്, പിസ്റ്റിലേറ്റ്, സ്റ്റാമിനേറ്റ്, ഹെർമോഫ്രോഡിറ്റ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. നോക്കി വെക്കുക. സ്റ്റാമിനേറ്റ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ നമുക്കുണ്ട്. അതായത് യൂണിസെക്ഷലായിട്ട് മെയിൽ ഫ്ലവർ അഥവാ സ്റ്റേമെൻസ് ബിയർ ചെയ്യുന്നതിനാണ് സ്റ്റാമിനേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സിമ്പിളായിട്ട് പിസ്റ്റിൽസ് ബിയർ ചെയ്യുന്നവയാണ് പിസ്റ്റിലേറ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് യൂണിസെക്ഷലിന് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, അത് നോക്കി വെക്കുക. യൂണിസെക്ഷൽ സ്പീഷീസിന് എക്സാമ്പിളാണ് കോക്രോച്ച്. അതുപോലെ തന്നെ ഹെർമോഫ്രോഡൈറ്റ് എന്ന് പറയുന്നത് ബൈസെക്ഷൽ എന്ന് പറയുന്ന മറ്റൊരു പേരാണ്. സോ ബൈസെക്ഷൽ ആനിമൽസ് ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എർത്ത് വേം ഉണ്ട്, സ്പോഞ്ച്, ടേപ്പ് വേം, ലീച്ച്, ഇതൊക്കെയാണ്. സോ ആ എക്സാമ്പിൾ നിർബന്ധിച്ച് പഠിച്ചേക്കുക. ഹെർമോഫ്രോഡൈറ്റ് എക്സാമ്പിളാണ് എർത്ത് വേം, സ്പോഞ്ച്, ടേപ്പ്. എർത്ത് വേം, ടേപ്പ് വേം, ലീച്ച്, സ്പോഞ്ച്. ദെൻ യൂണിസെക്ഷലിന് എക്സാമ്പിളാണ് കോക്രോച്ച്. സോ അത്രയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ് എന്താണ് മിയോസൈറ്റ്സ്. മിയോസൈറ്റ് എന്ന് പറയുന്നത് നോക്കുക. മിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്യാമേറ്റ് മദർ സെൽ എന്ന് പറയുന്ന പേരാണ്. സോ ഈ മിയോസൈറ്റ്സ് അണ്ടർഗോ മിയോസിസ് ആണ്, നോട്ട് മൈറ്റോസിസ്. മിയോസൈറ്റ്സ് ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും. മിയോസൈറ്റ്സ് അണ്ടർഗോ മിയോസിസ്. ഓക്കെ, അത് എന്താണ് മിയോസൈറ്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡിപ്ലോയിഡ് ഓർഗാനിസം സ്പെഷ്യലൈസ്ഡ് സെൽസിന് പറയുന്ന പേരാണ് മിയോസൈറ്റ്സ്. അത് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ദെൻ നെക്സ്റ്റ് പേജിലും ഫിഗേഴ്സാണ്. ഈ ഫിഗേഴ്സിൽ ഈ ഫിഗറിൽ നിന്നൊക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മോക്ക് ടെസ്റ്റിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അതായത് അപ്പർ ഊഗോണിയം ഫീമെയിൽ സെക്സ് ഓർഗനും,
എന്നാൽ ലോവറിലാണ് ആന്ത്രിഡിയം അഥവാ മെയിൽ സെക്സ് ഓർഗൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് ക്യാര എന്ന് പറയുന്ന ചെടിയിൽ. ദെൻ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ഡയേഷ്യസ് പ്ലാന്റ് ആണ്. അവിടെ ഡയേഷ്യസ് പ്ലാന്റ് എക്സാമ്പിൾ മാർക്കാനിഷ്യ. ദെൻ ബൈസെക്ഷൽ ആയിട്ടുള്ള ആനിമൽ നമ്മൾ വേക്കിൽ പറഞ്ഞു, പുറകിലെ പേജിൽ പറഞ്ഞു, എർത്ത് ടാപ്പ് വേം, ലീച്ച്, സ്പോഞ്ചൊക്കെ. അതുപോലെ ദെൻ യൂണിസെക്ഷൽ നമ്മളവിടെ പറഞ്ഞു, കോക്രോച്ച്. ദെൻ മൊണേഷ്യസ് പ്ലാന്റ് ക്യാര, അത് പഠിച്ചേക്കുക. ദെൻ ഡയേഷ്യസ് പ്ലാന്റിൻ്റെ എക്സാമ്പിൾ മാർക്കാനിഷ്യ. ദെൻ ബൈസെക്ഷൽ ഫ്ലവർ നമ്മൾ കണ്ടില്ല, ഇപ്പോൾ കാണുകയാണ്, അതാണ് സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ എക്സാമ്പിൾ. സോ അത്രയാണ്. ദെൻ നെക്സ്റ്റ് പേജ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഹാപ്ലോയിഡ് നിങ്ങൾക്ക് അറിയാൻ മതി. ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്. ഇത് ഹാപ്ലോയിഡിൻ്റെ ഡബിളായിരിക്കും ഡിപ്ലോയിഡ്. ഇത് ഹാപ്ലോയിഡ് അഥവാ ഗ്യാമേറ്റിൻ്റെ കേസിൽ. എന്നാൽ മിയോസൈറ്റ് പറഞ്ഞില്ലേ, അത് ഡിപ്ലോയിഡാണ്. അതുകൊണ്ട് തന്നെ 2n അതിൻ്റെ ഡബിളായിരിക്കും. ഇതിൻ്റെ ഡബിളായിട്ടാണ് വരുന്നത്. 23യുടെ ഡബിൾ. ദെൻ ഇവിടെ 12 ആയതുകൊണ്ട് തന്നെ ഇവിടെ 6 വരും. ദെൻ ഇവിടെ 21 ആകുമ്പോൾ ഇവിടെ 42 വരും. അങ്ങനെ ടേബിളായിരിക്കും വരിക. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പാർട്ട് പഠിക്കുക. പിന്നെ ഈ ടേബിൾ ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാനൊരു ട്രിക്ക് ഉണ്ട്. അതായത് ആദ്യം വന്നു ഫ്രൂട്ട് ഫ്ലൈ, ദെൻ ഹൗസ് ഫ്ലൈ, OMR ഷീറ്റ് ചെയ്ത് ക്ഷീണിച്ച് നമ്മൾ അങ്ങനെ തുടങ്ങുന്ന അതാർക്കെങ്കിലും ആ ട്രിക്ക് ന്യൂമോണിക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാർട്ട്, അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുക. അതിനടുത്ത് നമ്മൾ ഗ്യാമറ്റ് ട്രാൻസ്ഫറിലെത്തി. ഗ്യാമറ്റ് ട്രാൻസ്ഫറിൻ്റെ അതായത് 13th പേജ് കൈയാണ്. അത്രയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത്. then ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പോളിനേഷൻ. ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണ് പോളിനേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഇവൻ്റാണ്, ആ ഇവൻറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ എക്സാമ്പിൾ പീസ്. അതൊന്ന് ആലോചിച്ച് നോക്കുക. ബൈസെക്ഷൻ്റെ കേസ് സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യും, അതിന് എക്സാമ്പിളാണ് പീസ് അഥവാ പയർ ചെടികൾ. അത് പഠിച്ചു വെക്കുക. then അടുത്തത് ഫെർട്ടിലൈസേഷൻ സ്റ്റേജിലെത്തി. ഇവിടെ മെയിനായിട്ട് സിംഗമി എന്ന് പറയുന്നതും ഫെർട്ടിലൈസേഷൻ പറയുന്നതും സെയിം വേർഡാണെന്ന് ആലോചിക്കുക. അതായത് ഒന്നിന് പകരമുള്ള വേർഡാണ്. സിംഗമി എന്ന് തന്നെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന മീനിങ് ആണ് രണ്ടിനുള്ളത്. സോ അതാണ് ഇവിടെ പറയുന്നത്, അത്ര ആലോചിക്കുക. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോർഷനാണ് പാർത്തനോജെനിസിസ്. പാർത്തനോജെനിസിസിന് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് ലിസാർഡ്സ്, ബേർഡ്സ് തന്നെ ടർക്കി, ദെൻ അതൊക്കെയാണ്. അതുപോലെ റോട്ടിഫേഴ്സ്, ഹണി ബീസ്. സോ 4 എക്സാമ്പിൾസാണ് ഇവിടെ പറയുന്നത്. റോട്ടിഫേഴ്സ്, ഹണി ബീസ് ആൻഡ് സം ലിസാർഡ്സ്, ദെൻ ബേർഡ്സ് ആയിട്ടുള്ള ടർക്കി. ഇവരുടെ കേസിലാണ് പാർത്തനോജെനിസിസ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കേണ്ടതാണ്. ദെൻ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവാം, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവാം. നമ്മൾ ആനിമൽ കിങ്ഡം ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. സോ അത് ഇവിടെ പറയുന്നുണ്ട് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടെന്ന്. അതുപോലെ ഇവിടെ പറയുന്നത് ഒന്നുകൂടെ നല്ലത്, അതായത് ബെറ്ററായി എന്ന് പറയുന്നത് സർവൈവൽ, അതായത് യങ് വൺസിൻ്റെ സർവൈവലിന് ബെറ്റർ ആയിട്ടുള്ളത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. അതാണ് മെയിനായിട്ട് ഈ പാരഗ്രാഫ് പറയുന്നത്. ദെൻ അവിടെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്തിരിക്കുക. ജസ്റ്റ് അല്ല, റീഡ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ദെൻ അടുത്ത നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിലേക്ക് എത്തുകയാണ്. സോ 1 minute. ദെൻ ഇവിടെ സൈക്കോട്ട് ഈസ് വൈറ്റൽ ലിങ്ക് ദാറ്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ബിറ്റ്വീൻ ഓർഗാനിസം ഓഫ് വൺ ജനറേഷൻ ആൻഡ് നെക്സ്റ്റ് ജനറേഷൻ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൈൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു വെക്കുക. ദെൻ അടുത്ത കേസിൽ നമ്മൾ ഇവിടെ എംബ്രിയോജെനിസിസ് പറയുന്നുണ്ട്. എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എംബ്രിയോ, അത്രേ ഉള്ളൂ. അതിവിടെ പറയുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം സൈക്കോട്ട് ഇതിനെ പറയുന്നത്. ദെൻ അത് ആനിമൽസിൻ്റെ കേസിൽ കാറ്റഗറി ഓവി പാരസ് എന്നും വിവി പാരസും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അത് നമ്മൾ മെയിനായിട്ട് ഏതിൻ്റെ കേസിൽ, അതായത് നോക്കുക, ആനിമൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ഓവി പാരസ് ആൻഡ് വിവേഴ്സ് ബേസ്ഡ് ഓൺ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൈക്കോട്ട് ഇൻ ടു ദ പ്ലേസ്, അതായത് ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി ഓർ ഇൻസൈഡ് ഓഫ് ദ ബോഡി ഓഫ് എ പാരൻറ്റ്. അതായത് ഫീമെയിൽ പാരൻ്റ് കേസിൽ പുറത്താണ് അകത്താണ്, ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് എന്ന കേസിലാണ് നമ്മൾ ഓവി പാരസ് എന്നും വിവി പാരസ് എന്നും കാറ്റഗറി ചെയ്തിരിക്കുന്നത്. സോ അത് പഠിച്ചു വെക്കുക. ഓവി പാരസ് ആൻഡ് വിവി പാരസ്.
ദെൻ ഓവിപാരസ് എന്ന് പറഞ്ഞാൽ എഗ് ലേയിങ് ആണ്. എഗ്ഗ് ലേ ചെയ്യുന്നത് യങ് വൺസ് ഉണ്ടാകുന്ന ഓവിപാരസ് എന്നും. എന്നാൽ ഡെലിവറി ചെയ്യുന്ന കേസിലാണ് വിവിപാരസ്. അതാണ് മെയിനായിട്ട് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ പറയുന്നുണ്ട് വിവിപാരസ് ആനിമൽസ് ആണ്. അതവിടെ പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. അതുപോലെ തന്നെ കാൽക്കേരിയസ് ഷെല്ല് ആരുടെ കേസിലേക്കും എഗ്ഗ് ലേ ചെയ്യുന്നത്, അതായത് എഗ്ഗ് എന്ന് പറയുമ്പോൾ ഓവിപാരസ്, എഗ്ഗ് ഓവൽ ഷേപ്പ് അല്ലേ, സോ ഓവിപാരസ് എന്ന് ആലോചിച്ചാൽ മതി. സോ ഡെലിവറി ചെയ്യുന്ന ഏതായിരിക്കും? വിവിപാരസ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം, അത് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ വിവിപാരസ് ആണ് ഗുഡ്. അഥവാ നോക്കുക, എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ദ ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺസ്, ഇതൊക്കെ നോക്കുമ്പോൾ ഗ്രേറ്റർ ആരുടെ കേസിലാണ്? വിവിപാരസ്. അതുപോലെ വെച്ച് നോക്കുക, വിവിപാരസിൻ്റെ കേസിൽ മാത്രമാണ് ഏത് ചാൻസ് കൂടുതലുള്ളത്, അതായത് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ദെൻ ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺസ് ആർ ഗ്രേറ്റർ ഇൻ കേസ് ഓഫ് വിവിപാരസ് ഓർഗാനിസം. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ഇത് വരുന്നത്. ലാസ്റ്റ് പാർട്ടാണെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓവറി എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിന് ക്വസ്റ്റ്യൻ എത്ര ചോദിച്ചിട്ടുണ്ട് നീറ്റ് എക്സാമിന്. ഓവറി ഡെവലപ്മെൻറ്റ് ഫ്രൂട്ടാണ്. ദെൻ അതിൻ്റെ വോള് ദെൻ പെരികാർപ്പ് എന്നാണ് അറിയപ്പെടുക. പിന്നെ അതുപോലെ തന്നെ സൈഗോട്ട് ഡെവലപ്പിംഗ്സ് ടു എംബ്രിയോ, ഓവ്യൂൾസ് ഡെവലപ്പിംഗ് സീഡ്. സോ ഞാൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എംബ്രിയോ, ദെൻ ഓവ്യൂൾസ് ഡെവലപ്പിംഗ്സ് സീഡ്, ദെൻ ഓവറി ഡെവലപ്സിങ്സ് ഫ്രൂട്ട്. ദെൻ എന്താണ് ആ തിക്ക് വോളിന് പറയുന്ന പേരാണ് പെരികാർപ്പ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സോ ഇത്രയാണ് ചാപ്റ്റർ മെയിനായിട്ട്. ഈ ഫിഗർ ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി. അതിവിടെ SP എന്ന് പറയുന്നത് സീഡിനെയും ദെൻ പെരികാർപ്പിനെയും സൂചിപ്പിക്കുന്ന ലെറ്റേഴ്സാണ്. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി നീറ്റ് എക്സാമിൻ്റെ കേസിൽ. ദെൻ നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു. ദെൻ സമ്മറി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, നിങ്ങൾ റീഡ് ചെയ്യണം. നമ്മൾ ഈ ചാപ്റ്ററിലുള്ള സമ്മറി ജസ്റ്റ് ചെറിയ ഒരു പേജിലേക്ക് ഒതുങ്ങുന്ന രീതിയിലാക്കിയതാണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. നോക്കുക, ഇപ്പോൾ ഏകദേശം ഒരു 17 മിനിറ്റോളം ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ചാപ്റ്റർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത പോർഷൻസും റീഡ് ചെയ്യാൻ പറഞ്ഞ പോർഷൻസും മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഹൈലൈറ്റർ ഉപയോഗിച്ചും മറ്റൊരു ഹൈലൈറ്റർ ഉപയോഗിച്ചും NCERT ഇപ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ മോക്ക് എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഇപ്പോൾ ഞാൻ 17 മിനിറ്റ് ജസ്റ്റ് 17 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് വായിച്ച് കണ്ണോടിച്ച് പോകുന്നതേ ഉള്ളൂ. ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. എന്നാൽ രണ്ടാമത് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ യൂണിറ്റ് പിന്നെ മോഡൽ എക്സാമായി മാറുമ്പം റീഡ് ചെയ്യുമ്പം അത് 5 മിനിറ്റ് കൊണ്ട് കണ്ണോടിച്ച് പോകുമ്പോഴേക്ക് ഈ ചാപ്റ്റർ തറാവും. എന്നാൽ ഒറ്റ മറിക്കലിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഉണ്ടാവൂ. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ NCERT ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. സോ താങ്ക് യു. അതുപോലെ തന്നെ ഇതേ സീരീസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ദെൻ നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. എത്ര വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുമുണ്ട്. സോ താങ്ക് യു.